ചിലപ്പോൾ നമ്മുടെ മുറി അലങ്കോലമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സും അതുപോലെ തന്നെ അലങ്കോലമായിട്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് ഒരു മെസ്സി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഇരിക്കുമ്പോൾ കറക്റ്റായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരവസ്ഥ. ഹായ് ആൾ, ദിസ് ഈസ് മൈ ഡേ 6 ഓഫ് 50 ഡേയ്സ് സോഷ്യൽ മീഡിയ ഡീറ്റോക്സ് ചലഞ്ച്. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ റീഡിങ്, ഒരു നേച്ചർ ഹൈക്കിംഗ്, പിന്നെ ബീച്ച് ഡേറ്റ്, അതിന് മുന്നേ ഒരു ഗ്ലാസ് പെയിൻറ്റിങ്, അതിന് മുന്നേ ഒരു ദിവസം ഞാൻ എ ലെറ്റർ റോട്ട് ടു മൈ ഫ്യൂച്ചർ സെൽഫ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ 50 ഡേയ്സ് ചലഞ്ചിൽ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ 6th ഡേ. അപ്പം ഇന്നത്തെ എൻ്റെ പ്ലാന് വളരെ ലളിതമാണ്. എൻ്റെ ഡ്രസ്സിങ് ടേബിൾ ഒന്ന് ഡീക്ലട്ടർ ചെയ്ത് വെക്കുക. ആക്ച്വലി ഡ്രസ്സിങ് ടേബിൾ മാത്രമല്ല, ഞാൻ എൻ്റെ റൂമും എൻ്റെ ഹോമും ഈ ഒരു കുറച്ച് ദിവസങ്ങളിലായിട്ട് ടൈം എടുത്ത് ഡീക്ലട്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സിങ് ടേബിൾ ഡീക്ലട്ടർ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. സത്യത്തിൽ എനിക്ക് എൻ്റെ റൂം ക്ലീൻ ചെയ്യുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ റൂം അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ എന്തോ മനസ്സിനും ഒരു ഭാരം ഉള്ളതുപോലെ തോന്നും. ഒന്നിലും കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല, ഡിസിഷൻസ് ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രോക്രസ്റ്റിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാവും. അങ്ങനെ അതുകൊണ്ട് തന്നെ എല്ലാം ഒരു കുഴപ്പത്തിൽ ചെല്ലുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് ഞാൻ അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടല്ല ട്രൈ ചെയ്തത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് അടുക്കി പെറുക്കി വെക്കുക, ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്ന് കളയുക. ഇത്രയാണ് ഞാൻ ആകെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഓരോ സാധനങ്ങളും എടുത്ത് വെക്കുമ്പോഴാണ് അത് ഞാൻ യൂസ് ചെയ്തിട്ട് എത്ര കാലമായി, ഒരു 3 months, ഒരു 6 months ആയിട്ട് ഞാൻ യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ എടുക്കുമ്പം അതെനിക്ക് ഇനിയും ആവശ്യമുള്ളതാണോ, അതോ അത് ഞാൻ കളയേണ്ടതാണോ, ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയാണോ എന്നുള്ളൊരു തോട്ട് വന്നത് ഓരോ കാര്യങ്ങളും എടുത്തു വെക്കുമ്പോഴാണ്. ഇപ്പം ഓൾറെഡി ഞാൻ ഈ ഡീക്ലറ്ററിങ്ങിനെ പറ്റി ഞാൻ കുറച്ച് അവെയറാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുമ്പം നമുക്കത് ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കാനും എല്ലാം നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ആ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപകാരപ്പെടില്ല എന്ന് മാത്രമല്ല, ഉപകാരമുള്ളത് നമുക്ക് മനസ്സിലാക്കാനും അത് പെട്ടെന്ന് കൈ കിട്ടാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാവുമോ? ആവശ്യമില്ലാത്ത ചില സാധനങ്ങൾ നമ്മൾ വെറുതെ പിടിച്ച് വെക്കുന്നത്, കാരണം അത് വിട്ട് കളയാൻ വേണ്ടി ശീലിച്ചിട്ടില്ലാത്തത് കാരണം. അങ്ങനത്തെ ഹോബി നിങ്ങൾക്കുണ്ടെങ്കിൽ പ്ലീസ് പറയൂ കേട്ടോ. ഈ ഡീക്ലട്ടറിങ് ചെയ്യുന്നതിനിടയിൽ എനിക്കൊരു കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ വളരുക എന്നത് എല്ലായ്പ്പോഴും പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളതല്ല. ചിലപ്പോൾ ആവശ്യമില്ലാത്തത് വിട്ട് കളയാൻ പഠിക്കുന്നതും വളർച്ചയുടെ ഒരു ഭാഗമാണ്. നമ്മൾ ഈ കൊണ്ട് നടക്കുന്ന നമ്മുടെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന കാര്യത്തിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ച് എടുത്ത് വെച്ച് നമുക്കും ഉപകാരപ്പെടില്ല, അത് ആവശ്യമുള്ള ആൾക്കാർക്കും കിട്ടില്ല എന്നുള്ള അവസ്ഥയിലാവും. ലാസ്റ്റ് ഇത്രയും സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ട ആവശ്യം വരും. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. റൂമൊന്ന് വൃത്തിയാക്കി സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഞാൻ എന്നോട് കൂടെ തന്നെ കുറച്ച് ടൈം ചിലവഴിച്ച്, പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളയേണ്ടവ കളഞ്ഞു, പിന്നെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റാവുന്ന സാധനങ്ങളൊക്കെ ഞാനതുപോലെ മാറ്റി വെച്ചു. പിന്നെ എൻ്റെ ഡ്രസ്സിങ് ടേബിളിൽ അധിക കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ആക്സസറീസും, പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ യൂസ് ചെയ്യുന്ന കമ്മൽ, മാല, വള, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് എനിക്കിനി ഉപയോഗം ഉണ്ടാവുന്നത് ഞാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ആവശ്യമില്ലാത്തതും, പിന്നെ ഞാനിനി യൂസ് ചെയ്യില്ല പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് എന്നുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയും ഞാൻ മാറ്റി വെച്ചു. അപ്പം ഈ ഒരു കാര്യം എല്ലാം ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഡെക്കോർ എന്ന നിലയിൽ ഞാൻ അവിടെ ഒരു ലൈറ്റും ജസ്റ്റ് ഒരു ലീഫ്ലെറ്റ്സിൻ്റെ ഒരു വൈൻസും ഒക്കെ വെച്ച് ഒന്ന് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ റൂമിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് നല്ലൊരു സമാധാനമാണ് ഉണ്ടായത്. ആ കാര്യങ്ങളെല്ലാം എൻ്റെ
സാധനങ്ങളെല്ലാം അവിടെ ഇങ്ങനെ ചിതറിക്കിടക്കുമ്പം എൻ്റെ മൈൻഡ് ഉള്ളതും ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം അടക്കി ഒതുങ്ങി വെച്ച സമയത്ത് അവിടെ റൂമിൽ ഇരിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആ ഒരു ഫീലിംഗ് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കത് ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഓരോ ദിവസവും ചെറിയ ചെറിയ ശീലങ്ങൾ മാറ്റിക്കൊണ്ട് അതൊക്കെ എന്നെ തന്നെ ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. കാരണം ഈ ഡൂം സ്ക്രോളിങ് ചെയ്ത് ഒഴിവാക്കുന്ന സമയം, അതായത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മൾ ലൈഫിൻ്റെ ഒരു 10 years എങ്കിലും മിനിമം ഫോണിൽ ഡൂം സ്ക്രോൾ ചെയ്ത് കളയുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഡെയിലി ഒരു 4 hours 5 hours ഒക്കെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ സ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം മേ ബി നമ്മൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കത്തില്ല. പക്ഷേ ഒരു ആയുഷ്കാലത്തിൽ ഒരു 10 വർഷം മുഴുവൻ നമ്മളൊരു ഫോണിൻ്റെ മുന്നിലാണ് ഇരുന്നത്, അത്രയും ടൈം നമ്മൾ അവിടെയാണ് സ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു എമൗണ്ടാണ്. അപ്പം ആ ഒരു കാര്യം റിയലൈസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതിനുള്ള ടൈം കുറച്ചേ പറ്റുള്ളൂ. എൻ്റെ ലൈഫിൽ നിന്ന് ഇതിൽ ഇത്രയും അധികം ടൈമൊന്നും ഞാൻ ഒരു ഫോണിനും അല്ലെങ്കിൽ എനിക്ക് യാതൊരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്കും കൊടുക്കാൻ പാടില്ല. അപ്പം ആ ഒരു റിയലൈസേഷനിലൂടെയാണ് ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ ഡീറ്റോക്സ് എന്നുള്ള കാര്യം ചെയ്തത്. അതിൽ തന്നെ ഓരോ കാര്യങ്ങളും ഞാൻ അപ്പോഴാണ് പുതുതായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ഡീക്ലട്ടറിങ് ആണെങ്കിലും ഞാൻ ചെയ്യാറുണ്ടായിരുന്നെങ്കിലും അതിനൊരു ടൈം കൊടുക്കുക, ഇത് കുറച്ച് ടൈം എടുത്ത് വൃത്തിയിൽ ചെയ്യുക എന്നുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യുക, ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചും കൂടി ചെയ്യുന്നത് ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തതിന് ശേഷമാണ്. അപ്പം നാളെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ അടുത്ത ട്രൈ ചെയ്തൊരു ഹാബിറ്റോ അല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്തൊരു കാര്യമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് അതർ വീഡിയോസും കൂടെ ഒന്ന് കാണൂ ആൻഡ് സബ്സ്ക്രൈബ് ആൾസോ. താങ്ക് യു.